സംഘർഷം 6 BJP പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടപഴിഞ്ഞി സുബ്രഹ്മണ്യം ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് 6 പേരെയും പിടികൂടിയത്. ഇവരെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം BJP CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. പ്രദേശവാസികളായ 2 പാർട്ടിയിലുള്ളവർ തമ്മിലുള്ള വഴിത്തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കല്ലേറിൽ പോലീസിന് പരിക്കേറ്റിരുന്നു. വ്യക്തിപരമായ വിഷയമായിരുന്നുവെന്നും BJP അത് ഏറ്റെടുത്ത് രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നുവെന്നുമാണ് നാട്ടുകാർ പ്രതികരിച്ചത്. ഗുരുവായൂരിൽ ഏപ്രിൽ മാസത്തെ ഭണ്ഡാരവരവ് 5.17 കോടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസത്തെ ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 5,17,99,642 രൂപ. 1 കിലോ 324 ഗ്രാം 100 മില്ലിഗ്രാം സ്വർണം ലഭിച്ചു. 5 കിലോഗ്രാം 790 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 12ഉം നിരോധിച്ച 1,000 രൂപയുടെ 14ഉം 500ന്റെ 66 കറൻസിയും ലഭിച്ചു. ധനലക്ഷ്മി ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. കിഴക്കേനട SBI ഈ ഭണ്ഡാരം വഴി 2,76,549 രൂപയും കിഴക്കേനട പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ഭണ്ഡാരം വഴി 41,739 രൂപയും പടിഞ്ഞാറൻ നടയിലെ UBI ഈ ഭണ്ഡാരം വഴി 84,053 രൂപയും ഇന്ത്യൻ ബാങ്ക് ഈ ഭണ്ഡാരം വഴി 53,324 രൂപയും ICICI ഈ ഭണ്ഡാരം വഴി 76,840 രൂപയും ധനലക്ഷ്മി ബാങ്ക് ഈ ഭണ്ഡാരം വഴി 77,537 രൂപയും ലഭിച്ചു. പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കാനിരുന്ന റിഫൈനറിയിൽ അപകടം. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന രാജസ്ഥാനിലെ പജ്ഭദ്ര ബലോത്ര റിഫൈനറിയിൽ വൻ തീപിടുത്തം. ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് മേഖലയിലാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപകടത്തിൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാജസ്ഥാനിലെ ഈ റിഫൈനറി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി പെട്രോകെമിക്കൽ കോംപ്ലക്സ് എന്ന നിലയിൽ ഈ പദ്ധതി ഏറെ പ്രാധാന്യമുള്ളതാണ്. കൊടകരയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കൊടകരയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അപ്പോളോ ആശുപത്രിയിൽ വെന്റിലേഷനിൽ കഴിയുന്ന അനോഷ് ഇന്ന് കണ്ണു തുറന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. അനോഷിന്റെ സഹോദരൻ 8 വയസ്സുകാരൻ ആൽജോ പാമ്പുകടിയേറ്റ് മരിച്ചിരുന്നു. ആൽജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നത് തന്നെയാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. ഉറക്കത്തിനിടയിലാണ് കുട്ടികൾക്ക് പാമ്പുകടിയേറ്റത്. തന്റെ അനുമതിയില്ലാതെ ഒരു ലോൺ ആപ്പിന്റെ പരസ്യത്തിൽ ചിത്രം ഉപയോഗിച്ചതിനെതിരെ നടൻ അജു വർഗീസ് രംഗത്ത്. ഇത്തരം തട്ടിപ്പുകളിൽ ആരും വീഴരുതെന്നും താരം മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൽ എവിടെയും 3 ലക്ഷം രൂപ വരെ വായ്പ നൽകുമെന്ന വ്യാജ വാഗ്ദാനത്തോടെ അജുവിന്റെ ചിത്രം ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ പരസ്യം പ്രചരിച്ചത്. പരസ്യത്തിൽ ഫോൺ നമ്പറോ വെബ്സൈറ്റോ ഓഫീസ് വിലാസമോ ഉണ്ടായിരുന്നില്ല. പകരം വായ്പ ലഭിക്കുന്നതിന് താല്പര്യമുള്ള വ്യക്തികളോട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വ്യക്തിഗത നിർദ്ദേശങ്ങൾ അയക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്കൂൾ അവധിക്കാല ക്ലാസുകൾ രാവിലെ 7:30 മുതൽ സമയം പുനഃക്രമീകരിച്ചു. നാളെ മുതൽ ആരംഭിക്കാനിരുന്ന ക്ലാസുകൾക്കാണ് പുതിയ സമയക്രമം നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് 10:30 ശേഷം ക്ലാസുകൾ പാടില്ലെന്ന ബാലാവകാശ കമ്മീഷന്റെ കർശന ഉത്തരവിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ അടിയന്തര നീക്കം. പുതുക്കിയ ക്രമീകരണ പ്രകാരം രാവിലെ 7:30 മുതൽ 10:30 വരെയാകും ക്ലാസുകൾ നടക്കുക. രാവിലെ 9:30 മുതൽ 11:30 വരെയായിരുന്നു നേരത്തെ ക്ലാസുകൾ നിശ്ചയിച്ചിരുന്നത്. ക്ലാസുകൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സമയമാറ്റം സംബന്ധിച്ച നിർദ്ദേശം അധ്യാപകർക്ക് ലഭിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച PV അൻവർ. തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നുവെന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പുതിയ പാർട്ടിക്ക് ഉടൻ രൂപം നൽകും. ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത്. കോൺഗ്രസുമായുള്ള സഹകരണം TMC അംഗീകരിക്കുന്നില്ല. ബംഗാൾ രാഷ്ട്രീയത്തിന് ബുദ്ധിമുട്ടാകും എന്നവർ അറിയിച്ചു. അത് കേരളത്തിൽ നടക്കില്ല. TMCയുമായി ഒരു ബന്ധവും ഇനിയില്ല. സംസ്ഥാന പാർട്ടിക്ക് രൂപം നൽകും. മെയ് 15-നുള്ളിൽ പുതിയ പാർട്ടി വരും. UDFനൊപ്പം നിൽക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. നിതിൻ രാജിന്റെ മരണം. ഏപ്രിൽ 28-ന് സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ച ആക്ഷൻ കൗൺസിൽ. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചു. ലോൺ ആപ്പിന്റെ മറവിൽ കേസ് അട്ടിമറിക്കാൻ നടത്തുന്നുവെന്ന് ആരോപിച്ചു നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 28-നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി ജാതി അധിക്ഷേപ പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടും കോളേജിൽ അത്തരം വിവേചന സമീപനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും പ്രതികൾ കുറ്റക്കാരല്ലെന്നുമുള്ള കണ്ണൂർ ഡെന്റൽ കോളേജ് മാനേജ്മെന്റ് നിരുത്തരവാദപരമായ നിലപാടിനെതിരെ കൂടിയാണ് ഹർത്താൽ നടത്തുന്നതെന്നും ആക്ഷൻ കൗൺസിൽ പറഞ്ഞു.
ശസ്ത്രക്രിയകൾക്ക് പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ച ആരോഗ്യവകുപ്പ്. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇനി അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% ജലം മാത്രം. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണ് ജലനിരപ്പിൽ അനുഭവപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ.